നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡിനെ ഞെട്ടിച്ച് പെരിയയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവാണ് പെരിയയിൽ നിന്നും ബേക്കൽ പോലീസ് പിടികൂടിയത്. ഒരാൾ പിടിയിൽ. ഓടി രക്ഷപ്പെട്ട 3 പേർക്കായി അന്വേഷണം ഊർജിതം. തലപ്പാടി ടോൾഗേറ്റ് ഉദ്യോഗസ്ഥരുടെ വിവേചന നയത്തിനും ജീവനക്കാരുടെ ഗുണ്ടായിസത്തിനുമെതിരെ വൻ പ്രതിഷേധ റാലി. ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരത്തിനെത്തി. മഞ്ചേശ്വരം തുമിനാട്ടിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ച് അപകടം. ടെമ്പോ ഡ്രൈവർ പെർമുദെ മുണ്ടേക്കാപ്പു സ്വദേശി സുന്ദരയ്ക്ക് അപകടത്തിൽ ഗുരുതരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പളിയ നൃത്തത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ബോവിക്കാനം BARHSSലെ കുട്ടികൾ. A ഗ്രേഡ് നേട്ടം കാസർഗോഡിന് അഭിമാനം. കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. മുത്തുക്കുടയും ബാൻഡ് മേളവും ജാഥയെ വർണ്ണാഭമാക്കി. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച. NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കാസർഗോഡിനെ ഞെട്ടിച്ച് പെരിയയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവാണ് പെരിയയിൽ നിന്നും ബേക്കൽ പോലീസ് പിടികൂടിയത്. കാറിലുണ്ടായ 4 പേരിൽ ഒരാളായ മുളിയാർ പൗവലിലെ ബാസിത്തിനെ മാത്രമേ പോലീസിന് പിടികൂടുവാനായിട്ടുള്ളൂ. ബാക്കി 3 പേരും ഓടി രക്ഷപ്പെട്ടു. വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയെങ്കിലും പോലീസിന് ഇവരെ കണ്ടെത്തുവാനായിട്ടില്ല. സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയായിരുന്നു പെരിയയിലുണ്ടായത്. കാറിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ബേക്കൽ DYSP VV മനോജ്, ഇൻസ്പെക്ടർ KP ഷൈൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരം SIമാരായ ബാവ അക്കരക്കാരൻ, അജയ്, CPOമാരായ വിനീഷ്, സാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പെരിയ കുണിയ ദേശീയപാതയിൽ നിന്നും 30 കിലോ കഞ്ചാവ് പിടികൂടിയത്. പെരിയ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ കൈകാണിച്ചു നിർത്തിയപ്പോൾ 3 പേർ ഇറങ്ങി ഓടിയെങ്കിലും സംഘത്തലവനായ മുളിയാർ പൂവലിലെ ഭാസത്തിനെ കൈയോടെ പിടികൂടി. കാറിനകത്ത് നടത്തിയ പരിശോധനയിലാണ് 29.30 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. നാട്ടുകാരുടെ സഹായത്തോടെ കഞ്ചാവ് സ്ഥലത്ത് വെച്ച് തന്നെ തൂക്കി തിട്ടപ്പെടുത്തിയ ശേഷമാണ് പ്രതിയെയും കൊണ്ട് പോലീസ് സംഘം മടങ്ങിയത്. അതേസമയം കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച കാറിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളിൽ 2 പേരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തു. ഈ ഫോണുകൾ സൈബർ പോലീസിന്റെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ്. ചെരുമ്പ സ്വദേശികളായ ആറൂഫ്, കബീർ, ബോവിക്കാനത്തെ അനസ് എന്നിവരാണ് ഓടി രക്ഷപ്പെട്ട പ്രതികളെന്ന് പോലീസിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തിയെങ്കിലും പോലീസിന് ഇവരെ കണ്ടെത്താനായിട്ടില്ല. അറസ്റ്റിലായ ബാസിത്തിനെതിരെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നേരത്തെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. 1.5 കോടിയോളം ചെലവ് വരുന്ന വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടുകൾ നൽകിയിരുന്നത്. ബാസിത്തിന്റെ നേതൃത്വത്തിലുള്ള കഞ്ചാവ് ഇടപാട് സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊപ്പം ഇക്കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തലപ്പാടി ടോൾഗേറ്റ് ഉദ്യോഗസ്ഥരുടെ വിവേചന നയത്തിനും ജീവനക്കാരുടെ ഗുണ്ടായിസത്തിനുമെതിരെ വൻ പ്രതിഷേധ റാലി. മഞ്ചേശ്വരം ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം അണപൊട്ടിയൊഴുകി. ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. തലപ്പാടി ടോൾഗേറ്റ് സ്ഥാപിച്ചപ്പോൾ കേരളത്തിലെയും കർണാടകയിലെയും അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ക്രമേണ ഇത് കർണാടക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കേരളത്തിൽ നിന്നുള്ളവർക്കുള്ള ഇളവ് ഒഴിവാക്കുകയും ഈ ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ടോൾ പിരിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ യാത്രക്കാർക്ക് നേരെ ടോൾഗേറ്റ് ജീവനക്കാരുടെ ഗുണ്ടായിസം ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നീതി ലഭ്യമാക്കുന്നതിനായി പ്രദേശവാസികളെ അണിനിരത്തി ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ടോൾഗേറ്റ് പരിസരത്ത് പ്രതിഷേധ റാലി നടത്തിയത്. അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധത്തിന്റെ ഭാഗമായി. തലപ്പാടി മേരി ആശ്രമം ചർച്ച് വൈസ് പ്രസിഡന്റ് ലിന ഡി കോസ്റ്റ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മുനീർ കടിപ്പള്ള, BV രമേശ്, DMK മുഹമ്മദ്, സൈഫുള്ള തങ്ങൾ, ഷെരീഫ് പാവൂർ, സിദ്ദിഖ് തലപ്പാടി, SM ബഷീർ, അബ്ദുൽ സലാം ഉച്ചിൽ, അഷ്റഫ് ബഡാജെ, ഹിദായത്തുള്ള, റഹീം ഉച്ചിൽ, മുഹമ്മദ് അലി ഗുഡ്ഡെ, ബഷീർ കനില തുടങ്ങിയവർ സംസാരിച്ചു.
ജബ്ബാർ ബഹ്റൈൻ, സക്കറിയ മുസ്തഫ, അലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ അബ്ദുൽ റഹീം സ്വാഗതവും ഹസൈനാർ നന്ദിയും പറഞ്ഞു. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും വികസനം വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം വരുന്നത്. ഇവിടെ വികസനം വരുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സമീപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്, പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. തലപ്പാടി സൈഡിലുള്ള ആൾക്കാർക്ക് ടോളിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ മഞ്ചേശ്വരം ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ എത്രയോ ആൾക്കാർ ഒരു 5 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. നിരവധി ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്. അവരെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ രാവിലെ 110 റുപ്പീസും പിന്നെ വീണ്ടും 55 റുപ്പീസ് നമ്മൾ ഫാസ്ടാഗ് കൊടുത്തിട്ടില്ലെങ്കിൽ അടക്കേണ്ടി വരുന്നതാണ്. സാമാന്യ ജനങ്ങൾക്ക് ഡെയിലി ഇത്ര രൂപയും കൊടുത്തിട്ടായിട്ട് അവർ എങ്ങനെയാണ് ജീവനം ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ ഈ ടോൾ മഞ്ചേശ്വരക്കാർക്ക് ഡിസ്കൗണ്ട് തരണം പറഞ്ഞിട്ടായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സൂചന സമരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് കർണാടകയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് നൽകുമ്പോൾ ഇവിടെയുള്ള മഞ്ചേശ്വരത്തിൻ്റെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് പാസ് നൽകാതെ അനീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന സമരമാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ മഞ്ചേശ്വരത്തിൻ്റെ ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് അനുവദിക്കാത്തതുവരെ ഈ പോരാട്ടം ശക്തമായി തുടരുമെന്നാണ് അറിയിക്കുവാനുള്ളത്. മഞ്ചേശ്വരം പഞ്ചായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടോൾ സൗജന്യമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമാണ്. ഈ സമരത്തെ പ്രതീകാത്മകമായ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ടോൾ അധികൃതർ പെരുമാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഈ സമരത്തോടുകൂടെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ കുറച്ച് പ്രദേശത്ത് മാത്രം ഈ സൗജന്യ യാത്ര നൽകിയിട്ടുണ്ട്, ടോൾ രഹിത യാത്ര. പക്ഷേ മഞ്ചേശ്വര പരിസരവാസികൾക്ക്, മഞ്ചേശ്വരം ഭാഗത്ത് തെക്ക് ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ തുടങ്ങി 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ സമരം തലപ്പാടി അതിർത്തി പ്രദേശത്തെ ഏറ്റവും വലിയ ജനകീയ സമരം തന്നെയായി മാറി. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം തുമിനാട്ടിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ച് അപകടം. ടെമ്പോ ഡ്രൈവർ പെർമുദെ മുണ്ടേക്കാപ്പു സ്വദേശിയായ സുന്ദരയ്ക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഗുഡ്സ് ടെമ്പോ പൂർണ്ണമായും തകർന്നു. തുമിനാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗുഡ്സ് ടെമ്പോ ഡ്രൈവറെ മംഗളൂരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം. പെർമുദെ മുണ്ടേക്കാപ്പു സ്വദേശിയായ സുന്ദരിക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തിൽ ഗുഡ്സ് ടെമ്പോ പൂർണ്ണമായും തകർന്നു. തലപ്പാടി മുതൽ തുമിനാട് വരെയുള്ള പുതിയ ദേശീയപാതയുടെ വശങ്ങളിൽ രാത്രികാലങ്ങളിൽ ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥർക്കും RTO ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇതിൽ ഉയരുന്നത്. ഇവിടെ തെരുവുവിളക്കില്ലാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ പിൻഭാഗത്തിടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പളിയ നൃത്തത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ബോവിക്കാനം BARHSSലെ കുട്ടികൾ. ചടുല ചുവടുകളും നാഗരമേളവും നിറവേകിയ ഈ ഗോത്രകലയിൽ A ഗ്രേഡ് നേട്ടം കരസ്ഥമാക്കിയാണ് കാസർഗോട്ടെ കുട്ടികൾ മടങ്ങിയത്. ഇവരുടെ വിശേഷങ്ങളിലേക്ക്. അനന്തപുരി ആഘോഷമാക്കിയ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പളിയ നൃത്തത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് ലഭിച്ച കാസർഗോഡിൻ്റെ മിടുക്കി കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവർ BARHSS ബോവിക്കാനത്തെ കൂട്ടുകാരാണ്. അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഒരു അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണ്. എന്താണ് അതിൻ്റെ അനുഭവം എന്നത് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ഇടുക്കി ജില്ലയിൽ കുമളി പളിയകുടിയിൽ ഉത്ഭവിച്ച ഒരു നൃത്ത കലാരൂപമാണ് ഈ പളിയ നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ
ഒരു ആദിവാസികളുടെ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല, ഇതിൻ്റെ നൃത്ത ചുവടുകൾ പോലും ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയതും കുറേ ടീമുകളുണ്ടായിരുന്നു, 15ഓളം ടീമുകളായിരുന്നു അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓരോ ടീമും നമ്മളെക്കാളും മെച്ചം ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇത് പഠിപ്പിക്കാനായി വന്നത് ഇടുക്കി ജില്ലയിലെ മാഷന്മാർ തന്നെയാണ്. മുത്തുമാഷ്, ഉണ്ണിമാഷ്, അരവിന്ദ് മാഷ്, ഇവർ 3 പേരായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്. ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നത് അവർ തന്നെയാണ്. പിന്നെ മാഷന്മാരും ടീച്ചേഴ്സൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നാഗരാണ്. ശരിക്കും പറഞ്ഞ് ഞാൻ റെക്കോർഡിൽ ഉപയോഗിച്ചത് തുടി എന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് ഈ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ വെച്ചിട്ട് 400ഓളം ആൾക്കാർ വെച്ചിട്ട് ഒരുമിച്ച് 1.5 മണിക്കൂറോളം തുടി ഒരുമിച്ച് അടിച്ച് പാടിയതാണ്. KCNന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പളിയ നൃത്തത്തിലെ 2 ചുവടുകൾ. ഗോത്രവർഗ കലയായ ഈ പളിയ നൃത്തം ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും എ ഗ്രേഡ് കിട്ടിയതിലും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഈ കുട്ടികളുടെയും നിരന്തരമായ പരിശ്രമമാണ്. ഇതിൽ എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു. അതുപോലെ എല്ലാ ടീച്ചേഴ്സും, അത് ഇടുക്കിയിൽ നിന്ന് വന്ന 3 ടീച്ചേഴ്സ് അതും ഉണ്ടായിരുന്നു. നല്ല പോലെ കഠിനാധ്വാനം ചെയ്ത് ഇതുവരെ എത്തിക്കാൻ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചതിലും വളരെയധികം സന്തോഷം. കാസർഗോഡ് നിന്നും ഇടുക്കിയിലെ ഗോത്രകലയുടെ ആരവം അനന്തപുരിയിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പവും ചേതൻ കുമാറിനോടൊപ്പവും മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. മുത്തുകുടയും ബാൻഡ് മേളവും വിളംബര ജാഥയ്ക്ക് അഴകും മിഴിവുമേകി. ജാഥയിൽ വിദ്യാർത്ഥിനികൾ, പൂർവ്വ വിദ്യാർത്ഥിനികൾ, സ്കൂൾ അധ്യാപകർ, PTA സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ അണിനിരന്നു. വിവിധ കലാസാംസ്കാരിക പരിപാടികളോടുകൂടി 2025 ജനുവരി 9, 10, 11 തീയതികളിലായി നടക്കുകയാണ്. വളപ്പുകളും പൈപ്പിയും കൂട്ടി പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ച് കളിച്ച് പഠിച്ച് വളർന്ന പഴയ തലമുറയിലുള്ളവരും ഇന്നത്തെ കാലത്ത് കാസർഗോഡ് ജനാർദ്ദൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി. കാസർഗോഡ് ജനാർദ്ദൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്, ഓർത്തോപീഡിക്, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി എന്നീ സ്പെഷ്യൽ കൺസൾട്ടേഷനുകളും ക്യാമ്പിൽ ലഭ്യമായിരുന്നു.
ഡോക്ടർ ജിതേഷ് കാമത്ത്, ഡോക്ടർ കുമാർ പി, ഡോക്ടർ കൃഷ്ണ വിവേക് ഇ കെ, ഡോക്ടർ അണ്ണപ്പ കാമത്ത് കെ, ഡോക്ടർ ആദിത്യ ഷെട്ടി, ഡോക്ടർ പാർവതി എച്ച് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മികച്ച രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ക്യാമ്പ് മാറിയിട്ടുണ്ടെന്നും മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് HR സുധീർ നമ്പ്യാർ പറഞ്ഞു. ഇന്ന് നടന്ന ഈ ക്യാമ്പ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഒരു ഫ്രീ ഫോളോ അപ്പ് കെയും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഡയഗ്നോസ്റ്റിക് സർവീസസ്, ടെസ്റ്റ് ഇതുകളൊക്കെ ഞങ്ങൾ 20% ഡിസ്കൗണ്ടും ഓഫർ ചെയ്തിട്ടുണ്ട്. ഫ്രീ GRVS, ബ്ലഡ് BP ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു സക്സസ്ഫുൾ ക്യാമ്പായിട്ട് തന്നെയാണ് ഇത് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കും. NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നടപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് 2 വർഷക്കാലമായി സമരമുഖത്താണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് തുടർ സമരങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ രണ്ടും ഭാഗത്തേക്ക് കടന്നു പോകാനുള്ളൊരു സഞ്ചാര അടിപ്പാത അവിടെ വേണം, നിർബന്ധമായി നമുക്ക് വേണം. അത് കിട്ടിയില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. പിന്നെ മാത്രമല്ല അതുവഴി കടന്നു പോകുമ്പോൾ നമുക്ക് ഈ റോഡ് സർവീസ് റോഡുണ്ടല്ലോ, ഈ സർവീസ് റോഡ് പോകുമ്പോൾ നടന്നിട്ട് പോകാനുള്ള ഫുട്പാത്തില്ല. നടന്നിട്ട് പോകാനുള്ള കുട്ടികൾ എങ്ങനെ പോകും? ഈ മദ്രസയിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾ എങ്ങനെ പോകും? ഫുട്പാത്തില്ല. അതായത് അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണമുള്ളത്. ഞങ്ങൾക്കതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രതിഷേധത്തിലുള്ളത്. പിന്നെ നമ്മളിപ്പോൾ 14-ാം തീയതി നിരാഹാര സമരം ഉണ്ട് കളക്ടറേറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് 10-ാം തീയതി വെള്ളിയാഴ്ച 10-ാം തീയതി നമ്മൾ ഒരു 3:30 മണിക്ക് ഒരു 3000 ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു കൺവെൻഷൻ ഉണ്ട്. KM ബഷീർ, TM അബ്ദുൽ ഹമീദ്, CH ഉമറുൽ ഫാറൂഖ്, അബ്ദുൽ റൌഫ്, ഫൈസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിറിയയിൽ മേൽപ്പാലം ആവശ്യം ശക്തമാക്കി സമരസമിതി. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും സമരസമിതിക്ക് ഐക്യദാർഢ്യമേകി സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തീർത്തും ഒറ്റപ്പെട്ടു പോയ ഷിറിയ പ്രദേശത്തെ ബന്ധിപ്പിക്കാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഷിറിയ വികസന സമിതി. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും സമരസമിതിക്ക് ഐക്യദാർഢ്യവുമായി സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ML അശ്വിനി കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി ഷിറിയ വികസന സമിതി ഭാരവാഹികളുമായി ചർച്ച നടത്തി. വിഷയം അതീവ ഗൗരവത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അവർ നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഷിറിയ വികസന സമിതിയുടെ നിവേദനം ചെയർമാൻ അബ്ബാസ് KM ഓണന്ത, ജനറൽ കൺവീനർ ബാലകൃഷ്ണ ഷെട്ടി എന്നിവർ ചേർന്ന് നൽകി. സമരത്തിന്റെ ഭാഗമായി വികസന സമിതിയുടെ നേതൃത്വത്തിൽ നേരത്തെ ഗ്രാമീണ പ്രതിഷേധ യാത്ര നടത്തിയിരുന്നു. മഷൂദ് ഷിറിയ, CPM ലോക്കൽ കമ്മിറ്റി അംഗം PM ഹനീഫ്, അബ്ദുള്ള ഷിറിയ, അബ്ദുൽ ഖാദർ, ജലീൽ ഷിറിയ തുടങ്ങിയവർ ഉൾപ്പെടെ 100 കണക്കിന് പേർ സംബന്ധിച്ചു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. ചിനാല ദാറുന്നജാത്ത് 15ാം വാർഷിക സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ ചിനാല ചിഗുറുപാതെ CM നഗർ ദാറുന്നജാത്ത് ക്യാമ്പസിൽ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്വാഗത സംഘം ചെയർമാൻ MK മുഹമ്മദ് ഹാജി കഞ്ചില പതാക ഉയർത്തും. 2 മണിക്ക് ഏർവാടി മൗലീദിന് ശംസുദ്ദീൻ തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകും. വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനം CTM കുഞ്ഞിക്കോയ തങ്ങൾ റിസ്വി മുടിപ്പു ഉദ്ഘാടനം ചെയ്യും. പ്രാർത്ഥന, പ്രഭാഷണങ്ങൾ, ജലാലിയ റാത്തീബ് എന്നിവ നടക്കും. 11 രാവിലെ 6 മണിക്ക് മടവൂർ മൗലീദിന് അബ്ദുൽ ഖാദർ സഖാഫി ചിനാല നേതൃത്വം നൽകും. തുടർന്ന് അജ്മീർ മൗലീദ്, റിസ്വി സംഗമം എന്നിവ നടക്കും. വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മഖബറ സിയാറത്തോടുകൂടെ വെള്ളിയാഴ്ച 10-ാം തീയതി രാവിലെ 11 മണിയോടുകൂടെ പരിപാടിക്ക് ആരംഭം കുറിക്കപ്പെടുകയാണ്. 10-ാം തീയതി 1:30 ഏർവാടി മൗലിദും 4 മണിയോടുകൂടെ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട CTM കുഞ്ഞിക്കോയ തങ്ങൾ റസ്വി മുടിപ്പു അവരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിക്കപ്പെടുന്നു. വൈകിട്ട് 6:30 മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം
മദക്ക സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ജലാലിയ റാത്തീബ് മജ്ലിസ് നടത്തപ്പെടുകയാണ്. ദാറുന്ന ജാത്ത് ചെയർമാൻ അബ്ദുൽ ഖാദർ സഖാഫി ചിനാല, സ്വാഗത സംഘം ചെയർമാൻ MK മുഹമ്മദ് ഹാജി കഞ്ചില, കൺവീനർ SM ബഷീർ റസ്വി, ദാറുന്ന ജാത്ത് മാനേജർ ഷബീർ അഷ്അരി, KV റോഡ്, അബ്ദുല്ല റസ്വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക കണ്ണിയത്ത് അക്കാദമിയിൽ ആണ്ടുനേർച്ച വെള്ളിയാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. മതപ്രഭാഷണ പരിപാടി, കുടുംബ സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പ്രവാസി മീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നേർച്ചയുടെ ഭാഗമായി നടക്കും. പ്രമുഖ പണ്ഡിതന്മാരും വാഗ്മികളും പരിപാടിയിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം അസർ നിസ്കാരാന്തരം പെരടാല മഖാം സിയാറത്തോടുകൂടിയായിരിക്കും ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമാക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാത്രി 8 മണിക്ക് മതപ്രഭാഷണ പരിപാടി സമസ്ത ജില്ലാ ട്രഷറർ KT അബ്ദുള്ള ഫൈസി പടന്ന ഉദ്ഘാടനം ചെയ്യും. കർണാടക സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, സംയുക്ത ജമാഅത്ത് സെക്രട്ടറി A അബ്ദുറഹ്മാൻ, CT അഹമ്മദ് അലി, NA അബൂബക്കർ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. 3 ദിവസങ്ങളിലായി മതപ്രഭാഷണ പരിപാടി, കുടുംബസംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പ്രവാസി മീറ്റ്, ഖത്തമുൽ ഖുർആൻ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നേർച്ചയുടെ ഭാഗമായി നടക്കും. പ്രമുഖ പണ്ഡിതന്മാരും വാഗ്മികളും പരിപാടികളിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാത്രി 8:30 നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മൗലവിയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാത്രി സമാപന കൂട്ടപ്രാർത്ഥനയോടെ ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകും. രാത്രി മതപ്രഭാഷണം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളുമായ അബ്ദുസ്സലാം ദാരിമി ആലമ്പാടി ഉദ്ഘാടനം ചെയ്യും. ഈ സ്ഥാപനത്തിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ബർക്കത്ത് കുഞ്ഞാജി അധ്യക്ഷത വഹിക്കും. കണ്ണീത്ത് ഉസ്താദ് ആണ്ട് നേർച്ച സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ മാഹിൻ കേളോട്ട്, ജനറൽ കൺവീനർ PS ഇബ്രാഹിം ഫൈസി പള്ളങ്കോട്, ട്രഷറർ അഷ്റഫ് പള്ളിക്കണ്ടം, വർക്കിംഗ് കൺവീനർ റഷീദ് ബെളിഞ്ചം, പ്രചാരണ കമ്മിറ്റി ചെയർമാൻ അൻവർ ഓസോൺ, ഹമീദ് കെടഞ്ചി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാംസ്യവും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും നാരും അടങ്ങിയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഭക്ഷണ പദാർത്ഥമാണ് കൂൺ. അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കാര്യമായ മുതൽ മുടക്കില്ലാതെ കൂൺ കൃഷി ആരംഭിക്കുന്നതിനും ന്യായമായ വരുമാനമുണ്ടാക്കുന്നതിനും സാധിക്കുമെന്നത് ഇതിൻ്റെ വാണിജ്യ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഹരിതരഹിതമായ സസ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു വിഭാഗം കുമിളുകളുടെ മാംസളമായ പ്രത്യുൽപാദന അവയവമാണ് കൂൺ. മാംസബുക്കുകൾക്കും രുചിയേറിയ ഒരു ഭക്ഷണ വിഭവമാണ് ഇത്. ഓരോ വർഷം കഴിയുന്തോറും പ്രകൃതിയിൽ നിന്നുള്ള കൂണിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കൂൺ കൃഷി വ്യാപകമാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കൂ. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കൂൺ കൃഷി ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലമേ ആവശ്യമുള്ളൂ. സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത കൂൺ കൃഷി നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ കുറയ്ക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. ഇത് ഒരു തൊഴിലധിഷ്ഠിത വ്യവസായമാണ്. മുതൽ മുടക്ക് വളരെ കുറച്ച് മാത്രം മതി എന്നതാണ് ആകർഷകമാക്കുന്നത്. കൂടാതെ നിശ്ചിത അളവ് മാധ്യമത്തിൽ നിന്നും യൂണിറ്റ് വിസ്തൃതി സ്ഥലത്തു നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനവും കൂൺ കൃഷിയുടെ പ്രത്യേകതയാണ്. കൂൺ കൃഷിക്ക് മറ്റ് കൃഷികളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായ വൈക്കോൽ, കരിമ്പിൻ ചണ്ടി, തവിട്, അറക്കപ്പൊടി, ചകിരിച്ചോറ് മുതലായവയാണ് ഉപയോഗിക്കാറ്. നമ്മുടെ കാർഷികാവശിഷ്ടങ്ങളും വ്യാവസായികാവശിഷ്ടങ്ങളും മണ്ണിൽ ലയിച്ചു ചേരാൻ കാലതാമസമുണ്ടാകുന്നു. അതിനെ കൂൺ കൃഷിക്ക് മാധ്യമമാക്കിയാൽ അവ വളരെ വേഗം മണ്ണിൽ ലയിപ്പിക്കാൻ പാകമാക്കും. കൂട്ടത്തിൽ കൂൺ എന്ന പോഷക സമൃദ്ധമായ ഒരു ആഹാര വസ്തു ലഭ്യമാവുകയും ചെയ്യും. കൂണുകൾ പ്രകൃതിയിൽ സ്വമേധയാ വളരുന്നുണ്ട്. വർഷകാലത്തിന് മുമ്പുള്ള പുതുമഴ ലഭിക്കുമ്പോൾ വനപ്രദേശങ്ങളിലും ജൈവാംശം ധാരാളമുള്ള പറമ്പുകളിലും കൂണുണ്ടാകുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന കൂണുകൾ നിശ്ചിത സമയത്ത് കണ്ടെത്തി പറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവ ഭക്ഷ്യയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് വരാം. വർഷങ്ങളായി പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിൽ കൂൺ ഉൽപാദന യൂണിറ്റും കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ യൂണിറ്റിന് വേണ്ട പൂർണ്ണ പിന്തുണ നൽകി വരുന്നു. ദിവസേന കൂണുകളുടെ 10 ബെഡുകൾ ഇവിടെ തയ്യാറാക്കുന്നുമുണ്ട്. കൃഷിക്കാർക്കും താൽപ്പര്യമുള്ള ഗ്രൂപ്പുകൾക്കും കൂൺ കൃഷി പരിശീലനവും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു വരുന്ന ഫാം കാർണിവലിലെത്തുന്ന കൂൺ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡോക്ടർ PP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുമുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതികൾക്ക് മുന്നിൽ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം K ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
സംയോജനം നടപ്പിലാക്കുക. ക്രിമിനൽ കോടതികളുടെ സംയോജനം നടപ്പിലാക്കുക. വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക. വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക. കോടതികളിൽ ഓൺലൈൻ സ്ഥലംമാറ്റം നടപ്പിലാക്കുക, സിവിൽ ക്രിമിനൽ കോടതികളുടെ സംയോജനം നടപ്പിലാക്കുക, വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക, സ്പെഷ്യൽ റൂൾ നടപടികൾ പൂർത്തിയാക്കുക, ജോലിഭാരത്തിന് അനുസൃതമായി തസ്തികകൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതികൾക്ക് മുന്നിൽ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ, PD രതീഷ്, A വേണുഗോപാലൻ, C പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഹൊസ്ദുർഗിൽ നടന്ന പ്രകടനം ജില്ലാ ട്രഷറർ M ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. TV ഹേമലത, PV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ SN കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായി ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം വിപിൻ എന്നിവരാണ് കൂത്ത് അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന പെരിയ SN കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത്. കുട്ടികൾക്ക് നവീനമായ കലാനുഭവം സാധ്യമാക്കിയ പരിപാടിയിൽ കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം വിപിൻ എന്നിവർ കൂത്ത് അവതരിപ്പിച്ചു. കാരണം രാജാക്കന്മാര് പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പുറപ്പെടുന്ന പോലെയല്ല. സാധാരണ ആളുകളൊക്കെ പുറപ്പെടുന്നത് 2ാമത്തെ നോക്കിയിട്ട് പുറപ്പെട്ടാൽ മതി, അങ്ങനെയല്ലേ? എന്നാൽ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോ എങ്ങനെയാ? ഇടക്ക് നടക്കാൻ ആളുകള്, വലത്ത് നടക്കാൻ ആളുകള്, പിന്നിൽ നടക്കാൻ ആളുകള്, മുമ്പിൽ നടക്കാൻ ആളുകള്. അങ്ങോട്ട് നോക്ക, ആരോ എഴുന്നള്ളി വരുന്നുണ്ട് കേട്ടോ. വരുന്നത് കണ്ടാ അറിയാം അദ്ദേഹം കേവനായിട്ടുള്ള ഒരാളാണ്. ഈ പരിപാടി നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തും കൗൺസിലിന്റെ ഭാഗത്തും ഉന്നയിക്കുകയും അതിനുള്ള എല്ലാ സഹായ സഹകരണവും ഈ നിമിഷം വരെയും ചെയ്തു തന്നിട്ടുണ്ട്. ടീച്ചറോട് നന്ദി പറയുക എന്നത് ഒരു ഔദ്യോഗികതയാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഏറ്റവും നിറഞ്ഞ സ്നേഹം എൻ്റെ ഹേമലത ടീച്ചറിനെ ഞാൻ അറിയിക്കുന്നു. ഒപ്പം പ്രിൻസിപ്പാൾ ആയി വന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ലത ടീച്ചർ ഇന്നലെ രാത്രിയിലും ഇന്ന് ഈ സമയം വരെയും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാവുകയും ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സഹായങ്ങളും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും നൽകിയിട്ടുണ്ട്. വെറും വാക്കാൽ പറയുക മാത്രമല്ല, ഒപ്പം നിൽക്കുന്നുണ്ട് ഈ നിമിഷത്തിലും. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിൻസിപ്പാളിന് എല്ലാ സ്നേഹവും എല്ലാ നന്ദിയും ഞാൻ ഈ സമയത്തിൽ അറിയിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പാൾ ലത ES ആമുഖ ഭാഷണം നടത്തി. മലയാളം വിഭാഗം അധ്യാപിക ജിഷ VK സ്വാഗതം പറഞ്ഞു. അഭിലാഷ് കുമാർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. കാസർഗോഡിന്റെ കലോത്സവ താരം സച്ചു സതീഷിന് സ്വീകരണം. കാഞ്ഞങ്ങാട്ടെ വാട്സപ്പ് കൂട്ടായ്മയായ JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കേരള നടനം എന്നീ ഇനങ്ങളിൽ A ഗ്രേഡും കുച്ചിപ്പുടിയിൽ B ഗ്രേഡും നേടി സ്വന്തം അധ്വാനം കൊണ്ട് വിജയകിരീടമണിഞ്ഞ സച്ചു സതീഷിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട്ടെ വാട്സപ്പ് ഗ്രൂപ്പായ JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സച്ചു സതീഷിനും അമ്മ ബിന്ദു സതീഷ്, അമ്മയുടെ സഹോദരി ലക്ഷ്മി എന്നിവരെ പൂച്ചെണ്ടും പൊന്നാടിയും അണിയിച്ച് സ്വീകരിച്ചത്. JK ജംഗ്ഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനും മാധ്യമപ്രവർത്തകനുമായ EV ജയകൃഷ്ണൻ അനുമോദന ഭാഷണം നടത്തി. സച്ചുവിന്റെ ജീവിതം മാതൃകാപരവും നൃത്തകലാ പഠനമാണ് തന്റെ ലക്ഷ്യമെന്നുമുള്ള തീരുമാനം പ്രശംസാർഹമാണെന്നും പൂച്ചെണ്ട് നൽകിക്കൊണ്ട് എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷമുള്ള ഒരു കലോത്സവമായിരുന്നു കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സാധാരണ വീട്ടിൽ നിന്നും ഒരു സാധാരണക്കാരൻ ഔന്നത്യത്തിലേക്ക് എത്തിയ ഒരു കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അതും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ. അവിടെ കേരള നടനം, അതുപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം നേടി. 2 ഇനങ്ങളിൽ A ഗ്രേഡും, ആദ്യമായിട്ട് കുച്ചിപ്പുടിയിൽ അരങ്ങേറിയതുകൊണ്ടാവാം B ഗ്രേഡുമായിട്ട് മികച്ച നേട്ടം നേടിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സച്ചു സതീഷ് ഇന്ന് കേരളത്തിൻ്റെ ഈ കലോത്സവത്തിലെ താരമായി വളർന്നിരിക്കുന്ന സച്ചു സതീഷിനും കുടുംബത്തിനും ഈ കാഞ്ഞങ്ങാടിലെ പൗരപ്രമുഖർ നൽകുന്ന സ്വീകരണമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് സച്ചു. പിന്നെ വലിയ ടെൻഷൻ ഇല്ലാതെയാണ് കലോത്സവത്തിന് പോയിട്ട് വന്നത്. കാരണം കഴിഞ്ഞ 2 വർഷവും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കലോത്സവത്തിന് പോകാറുള്ളത്. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കായാലും മുത്തമ്മയ്ക്കായാലും വലിയ ടെൻഷൻ ഇല്ലാതെയാണ് എൻ്റെ കൂടെ കലോത്സവത്തിന് വന്നത്.
മകന്റെ നേട്ടത്തിൽ അമ്മ ബിന്ദുവും സന്തോഷം പങ്കുവച്ചു. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ജയകൃഷ്ണേട്ടനാണ് നമ്മുടെ ഈ എൻ്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാതൃഭൂമിയിലൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ എല്ലാം സംസാരിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ കലോത്സവത്തിലേക്ക് സച്ചു ഞാനും ഹാപ്പിയാണ്. വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ തിരുവനന്തപുരം നഗരിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പുണ്ടായത്. സാമൂഹ്യ പ്രവർത്തകരായ MK വിനോദ് കുമാർ, A അഹമ്മദ് ഹാജി എന്നിവർ പൊന്നാടി അണിയിച്ചു. മാരിയമ്മൻ ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ B മുകുന്ദപ്രഭു, PM അബ്ദുൽ നാസർ, സിനി ആർട്ടിസ്റ്റ് സിജി രാജൻ, അനീഷ് ചായൂത്ത്, നന്ദകിഷോർ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. സച്ചു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നതും അതേപോലെ കാഞ്ഞങ്ങാട്ടെ പൗരാവലിക്ക് മുമ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും മാതൃഭൂമിയിൽ കൂടി ജയകൃഷ്ണനാണ്. JK ജംഗ്ഷനിൽ കൂടി വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷികത്തിന്റെ നിറവിൽ ആഘോഷത്തിന്റെ ഭാഗമായി സുവനീർ പുറത്തിറക്കി. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സുവനീർ മലപ്പുറത്ത് വെച്ച് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ 55ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സുവനീർ പ്രിന്റ് ചെയ്യുകയും ചില സാങ്കേതിക കാരണവശാൽ ഏകദേശം 2 വർഷം നീണ്ടുപോയി 55ാം വർഷം കഴിഞ്ഞു. പരിപാടികളൊക്കെ കഴിഞ്ഞ് സുവനീർ ഇറക്കാൻ പറ്റിയ ചില സാങ്കേതിക കാരണങ്ങൾ എന്താണെന്നുള്ള വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും ചില സാങ്കേതിക കാരണവശാൽ അത് നീണ്ടുപോയി. ആ പുസ്തകം ഇറക്കുന്നതിൽ, സോവനീർ ഇറക്കുന്നതിൽ എന്തായാലും കഴിഞ്ഞ ഒരു മാസം മുമ്പിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് പ്രിൻ്റ് ചെയ്ത ആൾക്കാരും അത് പിന്നെ ഡിസൈൻ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവർ ഒരു മാസം മുമ്പിൽ തന്നെ നമ്മളെ ഏൽപ്പിക്കുകയും ഈ സോവനീർ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ നിയമസഭ ഉപനേതാവ്, ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾക്കുണ്ടായിരുന്നു. മുൻ MLA അബ്ദുറഹിമാൻ രണ്ടത്താണി, സ്കൂൾ ചെയർമാൻ അഷ്റഫ് MB മൂസ, 55ാം വാർഷിക ട്രഷറർ M ഹമീദ് ഹാജി, ജനറൽ കൺവീനർ EK മൊയ്തീൻ കുഞ്ഞി, PTA പ്രസിഡന്റ് V അബ്ദുറഹിമാൻ, A ഹമീദ് ഹാജി, AP ഉമർ തുടങ്ങിയവർ മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ MA അബ്ദുൽ ഹഫീസ് നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് V അബ്ദുറഹിമാൻ, പ്രിൻസിപ്പാൽ PV സുധ, പ്രധാനാധ്യാപകൻ R അസീസ് എന്നിവർക്ക് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡിനെ ഞെട്ടിച്ച് പെരിയയിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവാണ് പെരിയയിൽ നിന്നും ബേക്കൽ പോലീസ് പിടികൂടിയത്. ഒരാൾ പിടിയിൽ. ഓടി രക്ഷപ്പെട്ട 3 പേർക്കായി അന്വേഷണം ഊർജിതം. തലപ്പാടി ടോൾഗേറ്റ് ഉദ്യോഗസ്ഥരുടെ വിവേചന നയത്തിനും ജീവനക്കാരുടെ ഗുണ്ടായിസത്തിനുമെതിരെ വൻ പ്രതിഷേധ റാലി. ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരത്തിനെത്തി. മഞ്ചേശ്വരം തുമിനാട്ടിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് പിന്നിൽ ഗുഡ്സ് ടെമ്പോ ഇടിച്ച് അപകടം. ടെമ്പോ ഡ്രൈവർ പെർമുദെ മുണ്ടേക്കാപ്പു സ്വദേശി സുന്ദരയ്ക്ക് അപകടത്തിൽ ഗുരുതരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പളിയ നൃത്തത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ബോവിക്കാനം BARHSSലെ കുട്ടികൾ. A ഗ്രേഡ് നേട്ടം കാസർഗോഡിന് അഭിമാനം. കാസർഗോഡ് GVHSS ഫോർ ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. മുത്തുക്കുടയും ബാൻഡ് മേളവും ജാഥയെ വർണ്ണാഭമാക്കി. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച. NH 66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.